എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണതേ, ഞാൻ ഇവിടെ കുറച്ച് ബന്ദി തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിന് വളം വെക്കുന്ന സമയമായിട്ടോ. വളം വെക്കുന്ന സമയമായി, അതുപോലെ തന്നെ തല ഒന്ന് കട്ട് ചെയ്ത് നടന്ന സമയമായി. കട്ട് ചെയ്ത് വേണമെങ്കിൽ നടാം, അല്ലെങ്കിൽ നടണ്ട കേട്ടോ. ചുമ്മാ കളയണ്ടല്ലോ, ഞാൻ എപ്പോഴും നടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബന്ദി ചെടി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ കടയ്ക്ക് കുറച്ച് വളമൊക്കെ വെച്ച് കൊടുക്കാം, വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ വളം ചെയ്യാൻ ഉദ്ദേശിച്ചതേ, കുറച്ച് ചാണകം പിന്നെ ഒന്ന് ഉണങ്ങിയ ചാണകമാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ചാരം കൂടി കൂട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് മണ്ണ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കത് ഇതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തെ ഇതാണ് കേട്ടോ നമ്മുടെ വളം എന്ന് പറയുന്നത്. ചാരം എപ്പോഴും പൂക്കളുണ്ടാവാൻ വളരെ നല്ലതാണ്, പൊട്ടാഷാണ്. പിന്നെ ചാണകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി മണ്ണ് കൂടി കേട്ടോ. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ബന്ദിച്ചെടിക്ക് പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടായിക്കോളൂ കേട്ടോ. വളർച്ച ഉണ്ടാവും, അതുപോലെ പൂക്കളുണ്ടാവും. അപ്പം നമ്മൾ ഇച്ചിരി വളം ഇങ്ങനെ അതിങ്ങനെ കടത്തരയണം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തരഞ്ഞു കൊടുക്കണം. ഇതിന്മേതേ പുഴു വന്നിട്ട് കണ്ടു, ഇതിൻ്റെ ഇലയൊക്കെ കൊണ്ടുപോയിട്ടോ, തിന്നുപോയി. ഞാൻ പുഴുവിനെ നശിപ്പിച്ച് കളഞ്ഞു, പക്ഷേ ഇലയൊക്കെ തിന്നു പോയിട്ടോ. അതിനെ കടയൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇളക്കി കൊടുക്കാം, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. വളം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് വളം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇട്ട് കൊടുത്താൽ കേട്ടോ, ഒത്തി ഇട്ട് കൊടുക്കണം. കടയമ മുട്ടാണ്ട് ചട്ടിയുടെ അരി പിടിച്ച് നമുക്കിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ എല്ലാത്തിൻ്റെയും കടയ്ക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിനി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ തല കുറച്ചൊന്ന് കട്ട് ചെയ്ത് നമ്മൾ നടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് നമുക്ക് വേറെ ചട്ടിയിൽ നടണമെങ്കിൽ നമുക്ക് നടാൻ പറ്റും. ഞാനിപ്പോൾ വേറെ ചട്ടിയിലേക്കൊന്നും നടന്നില്ല, ഞാൻ ഇതിനകത്ത് തന്നെ നട്ടു കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് തന്നെ അപ്പോൾ തിക്കായിട്ടുണ്ടായിക്കോളും. ശരി, അമർത്തി കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഒരു കോലിങ്ങനെ ഇനി വലുതായി വരുമ്പോൾ ഇങ്ങനെ ചാഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ ഒരു കോലിങ്ങനെ നമ്മൾ താങ്ങ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ വള്ളിക്ക് മുറുക്കി കെട്ടാതെ നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ ലൂസായിട്ട് ഒന്ന് കണ്ടോ, പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കെട്ടിയാൽ മതി, വലിച്ച് മുറുക്കി കെട്ടണ്ട കേട്ടോ. അപ്പോൾ അതങ്ങനെ നിന്നോളും, ഇതെങ്ങും ആടി പോവില്ല കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അതൊന്ന് വലുതായിക്കോളും. വളർന്നു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ വളർന്നു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കയറ്റി കെട്ടാം കേട്ടോ. ഈ കെട്ട അയച്ചിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ തിക്കായിട്ട് നമ്മുടെ ചട്ടി നിറച്ച് പൂക്കളുണ്ടായിക്കോളും. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം ബന്ധിക്ക് കേട്ടോ. എന്നാലാണ് ഇപ്പം ഈ കട്ട് ചെയ്ത് കൊടുത്തൊക്കെ നമ്മൾക്ക് എതിർപ്പ് വരും. ഇതും അങ്ങനെ ഇത് വരുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂമ്പൊന്ന് നുള്ളി കൊടുക്കാം. വെറുതെ ആ കൂമ്പൊന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എതളായിട്ട് വന്നോളൂ കേട്ടോ. അപ്പം ബന്ദിക്ക് നമ്മളിങ്ങനെ ചെയ്താലാണ് ബന്ദിച്ചെടി നല്ല ഭംഗിയായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം ബന്ദിച്ചെടി നടന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ അതേ നമ്മുടെ വളവിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ നട്ടിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ബന്ദിച്ചെടികൾ എല്ലാവരും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ, ബന്ദിച്ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ചിലവരൊക്കെ മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചെണ്ടുമല്ലി എന്നൊക്കെ പറഞ്ഞേട്ടോ, ചെണ്ടുമല്ലി എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ ബന്ദി എന്നാണ് പറയുന്നത്. ബന്ദിച്ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.